നാം സത്യമാകുന്നു, നാം സമ്പൂർണനാകുന്നു, നാം ജീവനാകുന്നു, ശിവനും നാം തന്നെയാകുന്നു. അക്ഷരങ്ങളിൽ അകാരമാണ് നാം, വേദങ്ങളിൽ സാമവേദമാണ് നാം. ദേവന്മാരിൽ ഇന്ദ്രനും നാം തന്നെയാണ്, പ്രാണികളിലെ ചേതനയാണ് നാം. യക്ഷന്മാരിൽ കുബേരനും രൗദ്രഭാവത്തിൽ ശങ്കരനും നാം തന്നെയാണ്. വസുക്കളിൽ അഗ്നിയാണ് നാം, പർവ്വതങ്ങളിൽ സുമേരുവും, ഋഷിവര്യന്മാരിൽ ഭൃഗുവും. ധ്വനികളിൽ നാം ഓംകാരവുമാകുന്നു, യജ്ഞങ്ങളിൽ മന്ത്രങ്ങളാണ് നാം. വൃക്ഷങ്ങളിൽ നാം പവിത്രമായ അരയാലാകുന്നു. ബുദ്ധിയിൽ സ്മൃതിയും ജ്ഞാനവും സ്ഥിരതയും ക്ഷമയുമെല്ലാം നാം തന്നെയാകുന്നു. യശസ് നാം തന്നെയാണ്. ഗന്ധർവന്മാരിൽ ചിത്രരഥനാണ് നാം. ദേവർഷികളിൽ നാരദനാണ്. മുനിമാരിൽ കപിലമുനിയാണ് നാം. അശ്വങ്ങളിൽ ഉച്ചസ്രവസാണ് നാം. ഗജങ്ങളിൽ നാം ഐരാവതമാകുന്നു. മൃഗങ്ങളിൽ സിംഹമാണ് നാം. പക്ഷികളിൽ ഗരുഡനും മനുഷ്യരിൽ രാജാവുമാകുന്നു. ആയുധങ്ങളിൽ വജ്രായുധമാണ് നാം. ഗോക്കളിൽ കാമധേനുവാണ് നാം. സർപ്പങ്ങളിൽ വാസുകിയും ശേഷനാഗവും നാമാണ്. യമരാജനും വരുണദേവനും വായുദേവനും നാം തന്നെയാണ്. ഭഗവാൻ രാമചന്ദ്രനും പവിത്രമായ ഗംഗയും നാം തന്നെയാണ്. സൃഷ്ടിയുടെ ആദിമധ്യാന്തവും സമസ്തവും നാം തന്നെയാകുന്നു. ബ്രഹ്മവിദ്യയും നാമാണ്. ബ്രഹ്മാവും നാം തന്നെയാണ്. പ്രഭാവവും വിജയവും സത്വഗുണങ്ങളും നിർണയങ്ങളും നാമാണ്. ശിക്ഷയും ശക്തിയും നീതിയും മൗനവും തത്വജ്ഞാനമാദിയായവയും നാം തന്നെയാണ്. വാസുദേവനാണ് നാം. അർജുനനും വേദവ്യാസനും നാമാണ്. നാമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. നമ്മുടെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയില്ല. നാം തന്നെയാണ് കാലം. ജീവിതവും മൃത്യുവും എല്ലാം നാം തന്നെയാണ് അർജുന. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമസ്ത മനുഷ്യരുടെയും മൃത്യുവായിട്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. ഇനി ആയുധമുയർത്തുവാൻ ശങ്കിക്കുകയാണെങ്കിൽ അപ്പോഴും നാം ഇവരെയെല്ലാം സംഹരിക്കുന്നതായിരിക്കും.